സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരിക്കുകയാണ്. റൗണ്ട് ദ ക്ലോക്ക് അടിസ്ഥാനത്തിലാണ് വൈദ്യുതി വാങ്ങുക. അടുത്ത ദിവസം മുതൽ വൈദ്യുതി ലഭ്യമായി തുടങ്ങും. ഒരു വർഷത്തേക്കാണ് ഈ കരാറുള്ളത്. സുനിഷ ഇല്ലൂർ വിവരങ്ങളുമായി. സുനിഷ, ഇപ്പോൾ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചിരിക്കുകയാണ് വൈദ്യുതി വാങ്ങാൻ. എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, വൈദ്യുതി പ്രതിസന്ധിക്ക് ഭാഗികമായൊരു പരിഹാരം കാണുന്നു എന്നുള്ളത് തന്നെ വേണം മനസ്സിലാക്കാൻ. അതായത് ഈ മാസത്തെ പ്രതിസന്ധി പരിഹരിക്കാൻ പൂർണ്ണമായും കഴിയില്ല എങ്കിൽ പോലും, ഈ വൈദ്യുതി മതിയാകില്ല എങ്കിൽ പോലും നിയന്ത്രണം ഒരു ഇടവേള അത് കുറക്കാൻ വേണ്ടി ഒരുപക്ഷെ സഹായിക്കുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ നേരത്തെ തന്നെ 200 മെഗാവാട്ട് വൈദ്യുതി 5.96 രൂപയ്ക്ക് വാങ്ങാനുള്ള ഒരു നീക്കം അത് KEB നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി റെഗുലേറ്ററി കമ്മീഷന് ഹർജി നൽകി അതിന്റെ ഹിയറിംഗ് ആണ് ഇപ്പോൾ നടന്നത്. അതിൽ അംഗീകാരം കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു വർഷത്തേക്കാണ് ഈ കരാറുള്ളത്. 24 മണിക്കൂറും ഈ വൈദ്യുതി വാങ്ങണമെന്നുള്ളതാണ് അതിലേറെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ പകൽ വൈദ്യുതി വാങ്ങുന്നത് ഇതിലും താഴെ 2 രൂപയിൽ താഴെ നിരക്കിലാണ്. പക്ഷേ ഇങ്ങനെ 24 മണിക്കൂറും വൈദ്യുതി വാങ്ങുമ്പോൾ 5.96 എന്ന നിരക്കിൽ തന്നെ വൈദ്യുതി പകലും വാങ്ങേണ്ടി വരുമെന്നുള്ളതാണ് ഒരു നഷ്ടമായി മാറുന്നത്. എങ്കിൽ പോലും പീക്ക് ടൈമിൽ നമുക്ക് നമ്മുടെ പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് KEB ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങാൻ തുനിഞ്ഞത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും നാളെ മുതൽ തന്നെ ഈ വൈദ്യുതി കിട്ടിത്തുടങ്ങുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ആവശ്യം 600 മെഗാവാട്ടിന് മുകളിൽ ആവശ്യമുണ്ട്. പക്ഷേ 200 മെഗാവാട്ട് വൈദ്യുതി കൂടി കിട്ടുമ്പോൾ ഇനി 400 മെഗാവാട്ടിന്റെ ഒരു അധികമാണ് ഉണ്ടാകുന്നത്. അത് പരിഹരിക്കാൻ മറ്റു മാർഗങ്ങൾ കൂടി KEB തേടുന്നു എന്നുള്ളതാണ്. ഏതായാലും പൂർണ്ണ പരിഹാരമാകുന്നില്ല എങ്കിൽ പോലും ഭാഗികമായ പരിഹാരം ഈ 200 മെഗാവാട്ട് വൈദ്യുതി ലഭിക്കുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ ഇതിന്റെ ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും 200 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അംഗീകാരം അത് റെഗുലേറ്ററി കമ്മീഷൻ KEBക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് സ്മൃതി. ശരി, സുനിഷ ഇല്ലൂരാണ് വൈദ്യുതി പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമാകുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.